ഓക്കെ, നമുക്ക് എങ്ങനെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വളരെ എക്സ്പെൻസീവ് ഒന്നുമല്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറേ കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവാണ്. ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മുട്ട വെച്ചിട്ടുണ്ട്. ബോയിൽഡ് എഗ്ഗാണ് 2 മുട്ട. പിന്നെ നമുക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കടലയാണ്. കടലയിലും പ്രോട്ടീനുണ്ട്. പിന്നീട് നമുക്ക് നട്ട്സ് കുറച്ച് 1-2 നട്ട്സ് ഉണ്ട്. നമുക്ക് കാഷ്യൂനട്ട് ഉണ്ട്, അതിനകത്തും പ്രോട്ടീനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സീഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ടാവും. പിന്നെ ഡ്രൈഡ് നമ്മുടെ ഗ്രേപ്സ് ഉണ്ട്, നമ്മുടെ മുന്തിരിങ്ങയുണ്ട്. പിന്നെ ബ്രോക്കോളി, പച്ചക്കറിയുടെ കൂട്ടത്തിൽ ബ്രോക്കോളി ഉണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അവിൽ നനച്ച് അത് പൊടിച്ചുണ്ടാക്കിയ പുട്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സീഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാൻ പറ്റും, പംകിൻ സീഡുണ്ട്, സൺഫ്ലവർ സീഡുണ്ട്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡുണ്ട്. ഫ്ലാക്സ് സീഡ്, ഇത്രയും സീഡ് അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ വില കുറച്ച് നമുക്ക് വാങ്ങിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നല്ല ഹൈലി ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നീട് ഇതിന് പുറമെ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പഴമോ എന്തെങ്കിലും വേണമെങ്കിലും കഴിക്കാൻ പറ്റും.